അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. റെഡ്മി 8 എന്നുള്ള ഒരു മൊബൈൽ ഫോണിൻ്റെ അൺബോക്സിങ് ചെറിയൊരു റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് ഈ ഒരു ഫോൺ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് കൂടിയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് മെല്ലെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു വിശേഷങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി. എന്നിരുന്നാൽ പോലും നമ്മുടെ പ്രിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമാകുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് പുറത്തെടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ബോക്സിൽ റെഡ്മി 8 എന്ന് 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജും പിന്നെ നമ്പർ 1 ഇന്ത്യ സ്മാർട്ട് ഫോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എംഐയുടെ ലോഗോയും അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി 8 എന്ന മോഡലിൻ്റെ ബോക്സ് കാണാൻ തന്നെ അത്യാവശ്യം നല്ല ഒരു ലുക്കൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ബോക്സിലൊന്നും പിന്നെ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ ഫ്യൂച്ചറും പിന്നെ ബാറ്ററി കപ്പാസിറ്റിയും ക്യാമറയുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് QR കോഡും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ബോക്സ് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ലുക്ക് തന്നെയാണ് നമുക്ക് കാണുന്ന സമയത്ത് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി 8 എന്നുള്ള ഈ ഒരു ഫോൺ. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വെറും 10,000 രൂപയ്ക്ക് മാത്രമേ നമുക്ക് ഈ ഒരു ഫോൺ കിട്ടുകയുള്ളൂ. സാധാരണക്കാരന് അവൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള എല്ലാ ഒരു ക്വാളിറ്റിയും നല്ലൊരു ഫീച്ചറുകളും ഈ ഒരു ഫോണിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, അപ്പോൾ ഇനി ഈ ഫോണിൻ്റെ പ്രൈസ് എന്നുള്ളത് നമുക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിക്കാവുന്നതാണ്. വലിയൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും ഈ ഒരു ഫോണിനകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കട്ടെ. കാരണം ഗെയിമിംഗ് കളിക്കുന്ന ആളുകളൊന്നും ഈ ഒരു ഫോൺ പോയി വാങ്ങിക്കരുത്. കാരണം അങ്ങനെയുള്ളവർക്കല്ല ഈ ഒരു ഫോണിലുള്ളത്. കാരണം ഇതിൻ്റെ പ്രൊസസ്സർ നമുക്ക് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും. ഏതായാലും നമുക്ക് ഈ ഒരു ബോക്സ് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതും കൂടി ഒന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒരു ചെറിയൊരു പൗച്ചും മറ്റ് സിം ഇജക്ടറൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു സംഭവമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഫോൺ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ ഒരു കവറിങ്ങിലൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഫോൺ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ഫോൺ നമുക്ക് എല്ലാം ഇങ്ങനെ പുറത്തെടുക്കാം. ഓക്കെ, ഇനി ഏതായാലും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കളറാണ് അത്യാവശ്യം നല്ലൊരു ലുക്കാണ് ഈ ഒരു ഫോൺ നമുക്ക് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇനി ഏതായാലും നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയാണുള്ളത് എന്ന് നോക്കാം. ഹെഡ്സെറ്റ് ഇല്ല എന്നുള്ളത് നമുക്കൊരു പോരായ്മയായിട്ട് തന്നെ ഞാൻ പറയും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെഡ്സെറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് വലിയ കാര്യം തന്നെയാണ്. പോട്ടെ, ഏതായാലും ഒരു ചാർജറും പിന്നെ അതിൻ്റെ ഒരു കേബിളുമാണ് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഒരു ഫോണിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ഫസ്റ്റായിട്ട് തന്നെ 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് ഉള്ളത്. അപ്പോൾ അത് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് STD കാർഡ് ഇട്ട് നമുക്കത് കൂട്ടാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ കൂടെ അതിൻ്റെ ഒരു പൗച്ചൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടോ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. 15.8 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. നമുക്ക് കാണുന്ന സമയത്ത് തന്നെ അത്രയ്ക്ക് ഉണ്ട് എന്നുള്ളത് തോന്നില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറഞ്ഞാണ്. നിങ്ങൾ ഏതായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ഇനി ഈ ഒരു ഫോണിൻ്റെ ബാക്കായിട്ട് 2 ക്യാമറകൾ വരുന്നുണ്ട്. 12 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയുമാണ് നമുക്ക് ഈ ഒരു ബാക്കിലായിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് കാണുന്ന സമയത്ത് തന്നെ നല്ല ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ 6.22 ഇഞ്ചാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. അതുപോലെ തന്നെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു ഫോണൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് നമുക്ക് വരുന്നത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 5000 mAh ബാറ്ററി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നുള്ളത് വളരെ ഒരു മികച്ച ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ പറയും. കാരണം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് എന്നുള്ളത് റെഡ്മി പല കമ്പനികളും ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും റെഡ്മി അതിൽ നിന്നൊക്കെ തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ക്യാമറ മാത്രമേ ഉള്ളൂ. ആ ഒരു ഫ്രണ്ടിൽ ക്യാമറ വരുന്നത് 8 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ റെസൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ
1520x720 പിക്സൽസാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ റെസൊല്യൂഷൻ. പിന്നെ റെസൊല്യൂഷൻ ടൈപ്പ് HD+ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ, ഗൊറില്ല ഗ്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോൺ ഉണ്ട് എന്നുള്ളത് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഫ്രണ്ട് ഗ്ലാസ്സിന് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ 9 ആണ് ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ പ്രൊസസ്സർ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 439 ആണ് ഇതിൻ്റെ ഒരു പ്രൊസസ്സർ വരുന്നത്. സൈഡൊക്കെ നല്ലൊരു ഡിസൈനിങ്ങിൽ തന്നെയാണ് ഈ ഒരു ഫോൺ നമുക്ക് കാണാനായി പറ്റുന്നത്. അത്യാവശ്യം നല്ലൊരു കിടിലൻ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഫോൺ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, ഇനി ഈ ഒരു ഫോണിന് ക്യാമറയും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് എന്നുള്ളത്. പിന്നെ നമുക്ക് ഫേസ് അൺലോക്കും ഡുവൽ ആപ്പ് സപ്പോർട്ടിങ് ചാർജിങ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് നമുക്കുണ്ട്. കാരണം ഈ ഒരു ഫോണിൻ്റെ ബാക്കിനെ കുറിച്ച് കാണുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ ഒരു ഫോണ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഏറ്റവും പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്ക് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മളിപ്പോൾ ഈ ഒരു ഫോൺ മറ്റു പുറത്തിലേക്ക് കൊണ്ടുപോകുന്നത് പെട്ടെന്ന് ഒരാൾ കാണുന്ന സമയത്ത് വേറെ ഏതോ ഒരു വലിയൊരു ഫോണാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് നമുക്ക് കാണുന്നത്. ക്യാമറയും അത്യാവശ്യം കിടിലൻ ക്വാളിറ്റിയിലൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായി കാണുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.